മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂക്കളിയായി മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂക്കളിയായി സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. അതെ, ഇനി പാട്ടും കൂത്തൊന്നും വേണ്ട. ആ മംഗലശ്ശേരി നീലകണ്ഠൻ വീട്ടിൽ നിന്ന് ജീപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നാ കേട്ടത്. ഇനി ഷാപ്പില് പാട്ടും കൂത്തൊന്നും വേണ്ടെന്ന് അവന്റെ കൽപ്പന. വേഗം ആയിക്കോട്ടെ, ഇതൊക്കെ ഒന്ന് മറിച്ച മോളെ ഭാനു, ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഏതാ ഈ പുതിയ കറിക്കാരി? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അപ്പുമാഷിന്റെ മോള മിടുക്കിയ, നല്ല ഒന്നാന്തരത്തി കറി വെക്കുക കുട്ടി. കഴിച്ചു നോക്കുക, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാ. കേമായിട്ടുണ്ട്. ഇതെന്റെ മകള് മാൻപറ്റ ഭാനു. ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിച്ചു നിൽക്കുന്ന കുട്ടിയാ. ഇവിടെ ഫ്രാൻസിലോ ജർമ്മനിയിലോ ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ ജോലിക്ക് വിട്ടിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കള്ളു കുടിക്കാൻ. ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. മോളെല്ലാവർക്കും എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കുക. ചേട്ടന് കൊടലെടുക്കട്ടെ? കൊടല് വേണ്ട, ഞാൻ എന്റെ കരള് തരാം. അയ്യോ, മുതുക്കന്റെ ഒരു ഭൂതി. അവിടെ ഇരി, കഴിക്ക്, ഉള്ളത് കഴിക്ക്. മോളെ അരിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കുക. കുടിയന്മാര് വരാൻ സമയമായിട്ടുണ്ട്. അറിയാലോ, വന്നു കഴിഞ്ഞാ പിന്നെ കണ്ണും മൂക്കൂലാത്ത ആൾക്കാരാ. എടോ വാര്യരേ, യോ മംഗലശ്ശേരി നീലകണ്ഠൻ പറഞ്ഞിട്ടുണ്ട്. ആണല്ലോ. അല്ല, നീലകണ്ഠൻ എന്താണാവോ ഈ നേരത്ത്? സാധാരണ ഷാപ്പ് കൂട്ടാറാവുമ്പോഴാണല്ലോ എഴുന്നള്ളാറുള്ളത്. അങ്ങനെ വെറുതെ വന്നതല്ലെന്ന് കൂട്ടിക്കോളൂ. അപ്പൊ ഇതാണല്ലേ ആള്, മാമ്പറ്റ ഭാനുമതി, അപ്പുമാഷിന്റെ മോള്. അതെ അതെ, ഇവിടെ അടുത്തുള്ള ഷാപ്പിലൊക്കെ കുട്ടിയുടെ കറിയെ കുറിച്ചാണ് ഇപ്പൊ സംസാരം. ഭയങ്കര കൈപ്പുണ്യാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ദൈവാനുഗ്രഹം. അപ്പൊ ഈ മംഗലശ്ശേരി നീലകണ്ഠന്റെ ഒരു ആഗ്രഹം, ആ കൈപ്പുണ്യം എനിക്കൂടെ ഒന്ന് അറിയണമല്ലോ. ഇതാ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് കറി വെക്കുക. ഇന്ന് കുട്ടിയുടെ അരങ്ങേറ്റായിട്ട് എല്ലാം ഗംഭീരായിരിക്കണു. അപ്പൊ പെട്ടെന്ന് കൊണ്ട് കറി വെച്ചിട്ട് ഇങ്ങോട്ട് വരിക. ഇതെന്താ സാധനം? ഇത് മീനാണല്ലോ. എന്താ എന്താ നീലകണ്ഠ ഇത്? പേടിക്കണ്ട, ചത്തതാണ്. ഓ, ചത്തതാണല്ലേ? ആരാ കൊന്നത്? നീലനാണോ? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് കേട്ടിട്ടില്ലേ? മാഷ്ക്ക് ആളിനെ കൂടെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇവിടെ ചോദിച്ചാ മതി. അവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ ആളില്ലേ? ഇങ്ങോട്ട് മാറി നിൽക്കണം. എന്റെ മനസ്സുവഴി വന്നിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ എന്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചമ്മിപ്പൊത്തില്ലേ? അപ്പൊ നന്നായിട്ട് അങ്ങോട്ട് കറി വെക്കുക. ഇല്ല, എനിക്ക് പറ്റില്ല. എനിക്ക് പെരുമ്പാമ്പനെ കറി വെച്ച ശീലമില്ല. ഞാനത് ചെയ്യില്ല. ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ഇത് മാത്രമല്ല കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുക, വേറെ പലതും ഞാൻ ചെയ്യിക്കും. എന്ത് ചെയ്യിക്കും? എന്താണെന്ന് എടോ അപ്പുമാഷെ പറഞ്ഞു കൊടുക്ക്. ഇവളെ കൊണ്ട് ഞാൻ ഇവിടുത്തെ മുറ്റം മൊത്തവും ഞാൻ അടിച്ചു വാരിക്കും. ഇവിടുത്തെ പാത്രം മുഴുവൻ ഞാൻ കഴിയിക്കും. അതും കൂടാതെ എന്റെ സുഹൃത്തുക്കളാണ് ഇവര്. ഇവരുടെ നിക്കറ് വരെ ഞാൻ ഇവളെ കൊണ്ട് കഴിയിപ്പിക്കും. അങ്ങനെ ഒന്നും പറയരുത്. ഞങ്ങള് പാവങ്ങളാണ്. ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന കുട്ടിയാണ്. അവളുടെ അരങ്ങേറ്റ ദിവസം ഇങ്ങനെ കുളമാക്കരുത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ഈ ഷാപ്പ് തുടങ്ങാൻ നേരം മാഷന്റെ വാങ്ങിയ 50,000 രൂപ തന്നേരെ, ഞാൻ പോയേക്കാം. വെറുതെ കൊണ്ടേ തലവെച്ചു കൊടുത്തല്ലോ ഭഗവാനെ. തീരേണ്ട, ചോദിച്ചാൽ തരാൻ എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. അച്ഛൻ എനിക്ക് വേണ്ടി 6 മുന്നിലും കാല് പിടിക്കാൻ പാടില്ല. അതിനാണോ ഞാൻ അച്ഛനെ ഇത്രയും വളർത്തി വലുതാക്കിയത്? ഞാനിപ്പോ കറി വെക്കണമല്ലേ? കറി വെക്കണം. ശരി, ഞാൻ കറി വെക്കാം. നിങ്ങൾക്ക് തേങ്ങ അരച്ച് കറി വെക്കണോ, അതോ പുളിയും തേങ്ങാപ്പാലും ഇട്ട് കറി വെക്കണോ, അതോ മുളക് അരച്ച് കറി വെക്കണോ? എങ്ങനെയാ ഞാൻ കറി വെക്കണ്ടേ? എങ്ങനെ വെച്ചാലും വേണ്ടില്ല, വായി വെച്ച് കൂട്ടാൻ കൊള്ളണം. ശരി, ഞാൻ കറി വെക്കാം. ചെല്ലുമോളെ, തുടങ്ങി ഒന്ന് പിടിക്കുക. ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ എന്ത് പാടുപെടും? കൂറ്റിമുറ്റിക്കാനോ? വടി പോലും നിൽക്കാതെ ആ ചുമന്ന കുഷിയുള്ള കസേരയും എടുത്തോണ്ട്
പാങ്കം സ്വരമുഖരം. ഭൂമിയിൽ ജന്മമേ ഈ ജന്മമാരംഗോപാങ്കം സ്വരമുഖരം. ഭൂമിയിൽ പോയുനാഗ്നിയ എൻ ജന്മമേ എൻ ജന്മമായി ഗോപികാരമണരൂനു അഭിനയകലയുടെ രംഗവേദിയൊരു മന്ത്രമായി ഉണരൂ. അകതാരിലണിയുന്ന മരദീപ വഴിയുന്ന് അങ്കോപാങ്കം സ്വരമുഖരം. അസലായിരിക്കുന്നു. കൈപ്പുണ്യം എന്ന് വെച്ചാ ഇതാണ് കൈപ്പുണ്യം. ജയിച്ചു അല്ലേ? അങ്ങനെ വേണമല്ലോ, അങ്ങനെ ആവാനല്ലേ പാടുള്ളൂ. എന്റെ ഉള്ളിലും ഉണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. എനിക്കതിനെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. പാപ്പാം, നീലന്റെ മൂടല്ല എന്റെ മൂട്. തന്നെ പോലെ ഒരു ആഭാസന്റെ മുന്നിൽ പെരുമ്പാമ്പിനെ കറി വെച്ചപ്പോൾ എനിക്ക് നഷ്ടമായത് ദൈവികമായ പാചകം എന്ന എന്റെ കലയാണ്. തൊണ്ടയിൽ 1000 മീമുള്ളു കുത്തി ഇറക്കുന്ന വേദനയോടെ ഞാൻ എന്റെ കറിക്കത്തി ഉപേക്ഷിക്കുകയാണ്. ഞാൻ എന്റെ കറിക്കത്തി എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയാണ്. നീലകണ്ഠ, എന്തിനാണോ എന്റെ കുട്ടിയോട് ഇത്രയും വലിയ പാപം ചെയ്തത്? ചാക്കോമാഷിന്റെ മുഖമുള്ള വാര്യരെ ഞാൻ എന്താണോ ചെയ്യുക? എന്തിനാ നീല ആ കുട്ടിയുടെ ശാപം കൂടി ഏറ്റുവാങ്ങിയത്? ആ കുട്ടിയുടെ കണ്ണിലെന്നെ കണ്ണുനീര് നിലത്ത് പൊഴിഞ്ഞാൽ ഒരറബിക്കടയോളം വരും. മംഗലശ്ശേരി ഷാപ്പിന്റെ നിലമ്പൊത്താൻ ഇനി അധികം സമയമൊന്നുമില്ല. മതിയടോ വാര്യരെ, ഒരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കുക. അപ്പൊ മാഷേ, ഒരു കൈപ്പിഴ പറ്റിപ്പോയി. എന്നോടല്ല, അവിടെ പറയാ. മാൻപറ്റ ഭാനുമതി, ഒരു ചെറിയ മിസ്സിംഗ്, ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കുക. ആ കത്തി ഒരിക്കൽ കൂടി എടുക്കൂ ഭാനുമതി. കത്തി ഞാൻ എടുക്കണോ അല്ലേ? ഞാൻ ഒരിക്കൽ കൂടി ആ കത്തി എടുക്കണോ അല്ലേ? ഒരു പ്രാവശ്യം എടുക്കണം. താൻ മരിച്ചു എന്ന് കേട്ടാൽ ആ നിമിഷം ഞാൻ ആ കത്തി എടുക്കാം. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. ഈ പാട്ട് താൻ തന്നെ ഇതിനാ പാടുന്ന? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലേ? അത് ചെറിയൊരു വിഷയമുണ്ട് മാഷേ, കോപ്പിറൈറ്റിന് വിഷയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഈ വെച്ച് കീച്ചത്. ഭാനുമതി, ഭാനു മതി. എന്താ കാര്യം വെച്ചാ പറ. ഭാനുമതി, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? അയർലൻഡിലെ അതിപ്രശസ്തമായ ഒരു ഹോട്ടലിൽ നിന്നെ ചീഫ് ഷെഫായിട്ട് നിയമിച്ചിരിക്കുന്നു. പിന്നെ ഒരു കാര്യം, കേരളത്തിൽ നിന്ന് 2 പേർക്ക് ഇതിനുള്ള അവസരം ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് ഷെഫ് പിള്ളയ്ക്കും, ഒന്ന് ഭാനുമതിക്കും. 1/2 മണിക്കൂർ മുമ്പ് വന്നുകൂടായിരുന്നോ മാഷേ? എന്ത് പറ്റി ഭാനുമതി?
എന്റെ മോള് ശപഥം ചെയ്തു പോയി. ഇനി മേലെ ആൾ കറിക്കത്തി എടുക്കില്ല എന്നവള് ശപഥം ചെയ്തിരിക്കണു. എന്തിനാ ഭാനുമതി ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്? എല്ലാത്തിനും കാരണം ഇവനാ. ഞാനോ ഈ ഒരു കാര്യത്ത് നന്നാവില്ല. എന്റെ ചാക്കോ ഭാഷ എന്താണ് ഈ പറയുന്നത്? സോറി വാര്യരെ, ഈ മുഖത്തിന് നോക്കി ഞാൻ എങ്ങനെ വാര്യരെ എന്ന് വിളിക്കും? പോട്ടെ. താനൊരു കാര്യം മനസ്സിലാക്കണം. ലോകം അറിയപ്പെടുന്ന ഒരു ഷെഫായി മാറേണ്ട ഒരു കുട്ടിയാ. ആ കുട്ടിയുടെ ഭാവിയാണോ താൻ നശിപ്പിച്ചത്? എങ്ങനെ? തനിക്ക് കാലം മാപ്പ് തരില്ല. മാപ്പു നൽകൂ മഹാമതേ, മാപ്പു നൽകൂ ഗുണനിധേ, മാപ്പു നൽകൂ മഹാമതേ, മാപ്പു നൽകൂ ഗുണനിധേ, മാലകത്ത വന്നു നിന്നു ഗോപാലകനേ. ഭാനുമതി, പാൻ മതിയെന്നോ? ആർക്ക്? ഭാനുമതി, കുറച്ച് നാളായിടി നിന്റെ തലക്കറി ഒരു മോഹാട്ടിന് മനസ്സിൽ കയറിയിട്ട്. ആദ്യം നീ നീലകണ്ഠന് കൊടുത്തു, പിന്നെ എന്റെ അമ്മാവന്. ഇനി നീ ഏഴക്കറിൽ ആർക്കെങ്കിലും തലക്കറി വിളമ്പുന്നെങ്കിൽ അത് എനിക്കായിരിക്കണം. അതിനുള്ള യോഗ്യത എനിക്ക് തന്നെ. നിനക്കതിനുള്ള എന്ത് യോഗ്യതയുള്ളത്? 10 ആളിന്റെ സഹായവും ഒരു ഷെഫിന്റെ കൈപുണ്യവും ഇല്ലാതെ സ്വന്തമായിട്ട് ഒരു പപ്പടം പോലും പൊരിക്കാൻ നിനക്ക് കഴിയുമോടാ? അതിലും എത്രയോ ഭേദമാണ് നീലൻ. ചത്താലും നീരിലല്ലേ നിന്റെ മഹത്വം. കാട്ടിത്തരാം നീ അടക്കമുള്ള എല്ലാറ്റിനും. ഇനി എനിക്കൊരു വ്രതമാണടി, വ്രതം. നീ എന്ത് പൊട്ടത്തരാണോ പറയുന്നത്? നീ വ്രതമാണെന്ന് പറയുന്നത് മീൻതലയും കയറ്റണം. നീ എന്തോ വ്രതക്കാരനാണ്. നീ നിന്നെ പോലുള്ളവനാണ് ഈ നാട്ടിൽ ആചാര ലംഘനം നടത്തുന്നത്. മനസ്സിലായോ? നീല, നീ എന്റെ വീട്ടിൽ കയറി കറിച്ചട്ടി പൊട്ടിച്ചു. ഒരു കറിച്ചട്ടി പൊട്ടിയാ എനിക്ക് പുല്ല, എനിക്ക് പഴമാണ്. പകരം നിന്റെ ഈ ഷാപ്പ് കത്തിക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. എന്നാ അയാളൊന്ന് കടിച്ചു നോക്കടാ. കത്തിക്ക്. നീ ഇറങ്ങണം നീല, നിന്നെ ഞാൻ ഇറക്കും. ഈ പുരുഷാരം നോക്കിക്കേ, ഞാൻ നിന്നെ തല്ലാൻ പോവാ. നീ എതിർത്ത് കൈ പൊക്കിയ ഈ കറി എടുത്ത് അവളെ മോന്തലിയാ ഒഴിക്കും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ എന്തിനാണ് ഇടയ്ക്ക് പിടിക്കുന്നത്? നീ എന്തിനാ എന്റെ മോന്തയ്ക്ക് കറി ഒഴിച്ചിരിക്കുന്നത്? അത് തന്നെ. നീ എന്തിനാ അവിടെ മോന്തയ്ക്ക് കറി ഒഴിക്കാൻ നടക്കുന്നത്? ഞാൻ അവളെ മോന്തയ്ക്ക് ഒഴിക്കും. നീ എങ്ങനെ ഒഴിക്കുന്നത്? ഒഴിക്കൂടാ ഞാൻ. ശേഖരാ, നീ ഒരു കാര്യം മനസ്സിലാക്കും. എനിക്ക് ജീവിക്കണം. ആരുടെ കൂടെ? അവിടെ കൂടെ. അത് അല്ല, നമ്മള് കോംപ്രമൈസ് ആയില്ലേ? സൂര്യകിരീടം പാടിയപ്പോ നമ്മള് സെറ്റായതാണ്. നീലകണ്ഠ, എന്താണ്? നിന്നെ ഞാൻ ഇറക്കും. ഈ പുരുഷാരം നോക്കിക്കേ, നിന്നെ പട്ടിയെ തല്ലുന്ന തല്ലാൻ പോവാ ഞാൻ. ശേഖരാ, എനിക്ക് ജീവിക്കണോടാ. അതിന് നിന്റെ ഈ വലം കൈ അത് ഞാൻ ഇനി എടുക്കുക. എന്റെ കൈ തുടരുത്. ഇനി ആരുടെ അനുവാദമില്ലാതെ ഒരു പെണ്ണിന്റെയും കറിച്ചട്ടിയിൽ നീ കൈയിട്ട് മാറരുത്. കണ്ടോ, അവൻ എത്ര ഡ്രാമാറ്റിക് ആയിട്ടാണ് പോയത്. ഞാൻ അവന്റെ കൈവെട്ടി പോലും. അങ്ങനെ ഇരുന്നോട്ടെ. വെട്ടാതെ വെട്ടിയല്ലേ? അതെ, ജയിച്ചു അല്ലേ? അങ്ങനെ വേണമല്ലോ. മാഷേ, ആ കത്തി ഒന്ന് തരുമോ? ഭാനുമതി, ഇതിന്റെ പിടി സമയം കിട്ടുമ്പോ ഞാൻ ഇട്ടുതരാം. പക്ഷെ ഇനി ഈ കത്തി താത്തു വെക്കരുത്. ഇല്ല. എന്തായാലും നല്ല ശുഭപര്യവസാനമായ സ്ഥിതിക്ക് ഇനി ഒരു സംഗീതം ആവാം. നീല, ഒരു നല്ല പാട്ടങ്ങോട്ട് പാടുക. എന്നാ പിടിച്ചോ. മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂക്കണിയായി, മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂക്കണിയായി.